സുഖേട്ടന ഞാൻ പറയാറില്ലേ പണ്ട് ഞാൻ എൻ്റെ കൂടെ നിന്ന ഒരു സ്ത്രീ ഞാൻ എവിടെയോ സുഖേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യുക അപ്പം ഞാൻ ചെന്ന് ഫ്രണ്ടിൽ അപ്പോൾ അവർ പറഞ്ഞു അമ്മ സാരിയുടെ അവിടെ കുറച്ച് വിട്ടിരിക്കുക അയ്യോ തേച്ചത് പൊള്ളിയത് ഞാൻ സുഖേട്ട 2 മിനിറ്റ് ഞാൻ ഇതിന് ചേരുന്ന വേറൊരു സാരി ഉണ്ട് പറഞ്ഞ ഉത്തരം ഈ സാരി പൊള്ളിയത് കാശില്ലാത്തതുകൊണ്ട് പൊള്ളിയ സാരി ഉടുത്തോണ്ട് വന്നിരിക്കുന്നു മല്ലിക സുമാരെന്ന് ആരും പറയത്തില്ല ആ പെണ്ണുമ്പിള്ള അത് കണ്ടില്ലെന്നേ പറയുള്ളൂ സാരമില്ല കയറിയിരിക്കാൻ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് വെച്ച് ശീല അങ്ങനെ അത് വെച്ചോണ്ടൊരു വേറൊരുക്കം അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി അതാ ഈ വലിയ കാണിക്കലും പിടിക്കലും അതിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല അതൊക്കെ കാണിക്കലും പിടിക്കലും ഒക്കെ നമ്മൾ ആരായിരുന്നു എന്നുള്ളത് മൂന്നാമതൊരുത്തം പറയണം നമ്മൾ കാണിച്ചിട്ടല്ല ഭയങ്കര സംഭവമായിട്ടോ അവരെന്ന് പറയേണ്ടത് എന്നുള്ള ഒരു ഇത് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അത് തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലും എന്നെ എന്തുമാത്രം സുഖേട്ടൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മക്കൾക്ക് പോലും അറിയത്തില്ല. അതുപോലെ രാജുവിന് എന്നോട് എന്ത് സ്നേഹമുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് അത്ര കണ്ടറിയാമോ സുപ്രിയയ്ക്കും ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും ഒക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയമേ ഉള്ളൂ. ഓക്കെ, ഇനി എമ്പുരാൻ എന്ന സിനിമ മല്ലികാമ്മ ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ സിനിമയിൽ കൊണ്ടുവരാൻ വരുമായിരുന്ന ഒരു മാറ്റം എന്തായിരിക്കും? എന്റെ പൊന്നെ പടം കണ്ടിട്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. എന്നാ പിന്നെ ലൂസിഫർ പിടിക്കാം. ലൂസിഫർ ആണ് സംവിധാനം ചെയ്തതെങ്കിൽ മല്ലികാമ്മയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നതിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്ന് പറയുന്നത് മറ്റേ വിവേക് ഓബറോയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ അവസാനം മോള് പറയുന്നിടത്തൊക്കെ ആ മോളെ കൊണ്ട് തന്നെ ചൗകുറ്റിക്കിട്ട് 2 കുടിപ്പിച്ചേനെ. അടിപൊളി സത്യം അതൊക്കെ ചെയ്യണം പെൺപിള്ളേർ. കാണാൻ ഗുണമെന്ന് 10 കൊല്ലം കഴിയുമ്പോൾ കുറെ കഥ പറഞ്ഞിട്ട് എനിക്കിവിടെ അതൊക്കെ സത്യം പറയാം. ഞാനതൊക്കെ പറയുമ്പോൾ വിഷയം മാറിപ്പോവും. ശരിയല്ല, ഒരു കാര്യം സംഭവിച്ചാൽ അപ്പം പറയാനുള്ള ഗട്സ് വേണം. എടാ പുല്ലേ നീ ഇനി മേലാൽ ഈ പ്രദേശത്തൊന്ന് അടിച്ചു നിന്റെ ചെവ് എന്ന് പറയണം. അത് 15 കൊല്ലം പറയാതെ ചേട്ടാ എന്ന് പറയും നടന്നേച്ച് പിന്നെ കഥയും കൊണ്ടുവരരുത്. അത് തെറ്റ്. നമ്മൾ ബോൾഡ് ആയിട്ടിരിക്കണം അപ്പൊ തന്നെ അല്ലേ? ഓക്കെ, പൃഥ്വിരാജ് മുൻകോപിയാണ് എന്നുള്ള വിമർശനങ്ങളോട് അമ്മ എന്ന രീതിയിൽ എങ്ങനെ പ്രതികരിക്കുന്നു? കോപമല്ല, അവൻ ക്ഷമ കെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വല്ലതും ചോദിച്ചാലേ ഇപ്പം തന്നെ പറയണോ ഞാൻ ഇതിന് മറുപടി? വൈകുന്നേരം പറഞ്ഞാൽ മതിയോ, കുറച്ച് ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അത് മുൻകോപമല്ല. അവനെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ അവൻ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ആരും ശല്യപ്പെടുത്തരുത്. അതവൻ്റെ ഒരു ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളൂ. മുൻകോപിയാണോ എന്ന് ചോദിച്ചാൽ ആളുകൾ പറയുന്നതാണല്ലോ. അതെ, അതെന്തായാലും എന്താറിയോ, ഇപ്പോൾ സാധാരണ രീതി ഇപ്പോൾ എന്ത് മാറി രാജു. മറ്റേ പണ്ട് പല എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കാൻ ചേട്ടാ നമസ്കാരം നമസ്കാരം വേഗം ഇങ്ങനെ എടുക്കും. ഞാൻ പറയടാ കുഞ്ഞെ അവർക്ക് എന്താ വഴിപാടോ നിന്നെ നമസ്കാരം പറഞ്ഞിട്ട് മോനെ ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് കളിയാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരാണ്ട് പറയുന്നുണ്ട് അയ്യോ ചേട്ടാ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മാറിക്കാണും കുറച്ച്. അതല്ലെങ്കിലും 20-22 വയസ്സിലുള്ള പെരുമാറ്റം അല്ലല്ലോ 40 വയസ്സാകുമ്പോഴേ. അപ്പം ആ പക്വത, ആ ജീവിതം കണ്ട് 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 മനുഷ്യർക്ക് കുറച്ചൊരു പക്വത വരും. ആളുകൾ അങ്ങനെ പറയുമ്പോ അങ്ങനെ പ്രതികരിക്കാറൊന്നുമില്ല. അത് സമയമാകുമ്പോ തന്നെ മാറിക്കൊള്ളുന്നുള്ളത്. ഇനി ലാസ്റ്റത്തെയാണ്, ഫസ്റ്റ് ഷോ ആർക്കൊപ്പം മല്ലികാമ്മ കാണും? ആഗ്രഹം എൻ്റെ മോനൊക്കെ തന്നെയല്ല. ആന്റണി വളരെ സ്നേഹത്തോടുകൂടി ചേച്ചി വേണം. പക്ഷേ അവിടെ പോയാലേ ആദ്യത്തെ ഷോയ്ക്ക് എങ്ങനെ ഇരിക്കും എന്നറിയാലോ, ഒരു ഡയലോഗ് കേൾക്കാനൊക്കത്തില്ല. പ്രത്യേകിച്ച് മോഹൻലാലാണ് ഹീറോ. തിയേറ്റർ മുഴുവനും ലാലേട്ടാ എൻ്റെ ലാലേട്ടാ എന്നൊക്കെ വിളിച്ച് എന്തുവാ പറയുന്നത് കേൾക്കാനൊക്കെ അവസ്ഥ. എനിക്കാണെങ്കിൽ സിനിമ കാണുമ്പോൾ എന്താ പറയുന്ന ഡയലോഗൊക്കെ കേൾക്കണം എന്നൊക്കെയുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ കണ്ട് 4 തിയേറ്ററുണ്ടെന്ന് പറയുന്നുണ്ട് കൊച്ചിയിൽ. എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. മോളിൽ തന്നെ 2-3 തിയേറ്ററിലുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കാണും. ഫസ്റ്റ് ഡേ കാണണം എനിക്ക്. കാരണം അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അറിയാമല്ലോ. പുറത്തിറങ്ങിയിട്ട് കാണാവണമെന്ന് വല്ലവരും പറയും. ഇവിടെ പേര് കേട്ട കുറേ ആൾക്കാരുണ്ട്. പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും. അത് ആ പറച്ചിലൊക്കെ കണ്ട എനിക്ക് വാസ്തവത്തിൽ എല്ലാവരെയും അറിയാം. പക്ഷെ ആ പറച്ചിൽ കണ്ടാൽ ഇവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് രേഖപ്പെടുത്തുന്നത് പോലെ പറയണം. അല്ലാതെ അവരുടെ പറച്ചിലിനകത്ത് വേറെ ഒരു ദുരുദ്ദേശമുണ്ട്. അതിങ്ങനെ ഇതങ്ങനെ മമ്മൂട്ടി ഇങ്ങോട്ട് പോയി, മോഹൻലാൽ അങ്ങോട്ട് പോയി, പൃഥ്വിരാജ് ഇതങ്ങോട്ട് പോയി, വടക്കോട്ട് പോയി, കണ്ട ഇവിടെ വെറുതെ കാശ് പോയി. അതെങ്ങനെ ഇവൻ പറയും ഈ തണ്ടികൾ? അല്ല തമാശല്ല, ഞാൻ ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. എനിക്കെന്തോ ഈ പടം അത്ര ദഹിച്ചില്ല. പക്ഷെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണും എന്ന് പറഞ്ഞൂടെ? അതല്ലേ ഒരു മനസ്സിൻ്റെ നന്മ എന്ന് പറയുന്നത്. അല്ല ഇയാൾക്ക് ഇഷ്ടപ്പെടാനാണോ പടം എടുക്കുന്നത്? ഒരു പ്രത്യേക വ്യക്തി ഇങ്ങനെ പടം കണ്ടിറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒന്നൊന്നുമല്ല.
അവർ നല്ലത് പറയാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർക്ക് കോടികൾ കടഞ്ഞ് പടം എടുക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഒരു പടം എടുത്ത് എനിക്ക് എന്തോ ഞാൻ പറയാറുണ്ടല്ലോ ചിലപ്പോൾ, അയ്യോ ആ പടത്തിനകത്ത് ഭയങ്കര അടി, പേടിച്ചു പോയി ഞാൻ പറയാറുണ്ടല്ലോ, ഇത്ര അടി വേണ്ടായിരുന്നു, രണ്ടെണ്ണം കുറയ്ക്കായിരുന്നു. അതെൻ്റെ അഭിപ്രായമാണ്. പക്ഷെ ആ അടി കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് വിസിലടിക്കുന്ന പിള്ളേരില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പം അത് ഇഷ്ടങ്ങൾ പലതാണ്. അത് മനസ്സിലാക്കി സംസാരത്തിൽ ആ മാറ്റം കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ്റെ സംസ്കാരം, തറവാടിത്തം, മാന്യത. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു ഗസ്സും കൂടി മല്ലികാമ്മയ്ക്ക് അല്ലല്ല അത് ക്യാപ്ഷൻ ഇതല്ല, സെഗ്മെന്റ് അല്ല. നമ്മൾ പറഞ്ഞു മല്ലികാമ്മയ്ക്ക് അതിൽ ഒന്നും അറിയത്തില്ല, നമ്മളെ പോലെ തന്നെ ഒരു പ്രേക്ഷക ആണ്, സസ്പെൻസ് ആണ്. പക്ഷെ ഗസ് ബൈ മല്ലികാമ്മ. ഓക്കെ, എമ്പുരാൻ എന്ന മൂവിയിൽ മമ്മൂക്ക അല്ലെങ്കിൽ ഫഹദ് ഉണ്ടാകുമോ? ഗസ് ആണ്, മല്ലികാമ്മയ്ക്ക് ഗസ് ചെയ്താൽ മതി, ഉണ്ടാകുമോ? മമ്മൂക്ക ഉണ്ടാവാൻ വഴിയില്ല. ചേട്ടനറിയില്ല? എനിക്ക് കാരണം ആ തിരിഞ്ഞ് നിൽക്കുന്ന ആളിന്റെ രൂപം മമ്മൂക്കൊന്നല്ല. മമ്മൂക്കൊക്കെ നല്ല പൊക്കമൊക്കെ ഇല്ലേ? പൊക്കം കുറഞ്ഞ ആരെങ്കിലും ആയിരിക്കും. ഫഹദും ഉണ്ടാവാൻ ചാൻസ്. ഗസ്സാണ്, ചുമ്മാ ഗസ് ചെയ്താൽ മതി. മല്ലികാമ്മയ്ക്ക് തോന്നുന്നില്ല. മലയാളത്തിലുള്ള നടൻ തന്നെയാണോ അത്? എനിക്ക് അതാ സംശയം. ഞങ്ങൾക്കത് അറിയാമായിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നില്ല അത് മലയാള നടനാണെന്ന്. എനിക്ക് എന്റെ ഗസ്സാണ്. മലയാളത്തിലുള്ള എല്ലാ നടന്മാരെ ഞങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അപ്പൊ മലയാളത്തിൽ നിന്നല്ല അല്ല, അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം. ഞങ്ങളിപ്പോ മലയാളം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കും. ഇവരായിരിക്കും മമ്മൂക്കയല്ല. പിന്നെയും ഞാൻ വിചാരിച്ചു ദുൽഖർ ആയിരിക്കുമെന്ന്. ദുൽഖർ സൽമാൻ. അതെ, പിന്നെ ദുൽഖറിനും ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടിയുടെ അത്രയും പുറവശം നമുക്ക് നോക്കുമ്പോഴേ മമ്മൂട്ടി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് വരും. മമ്മൂട്ടി ഒരു നമ്മുടെ എന്താ പറയാ, ഒരു ഹീറോ സങ്കല്പത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു രൂപമാണ് അല്ലേ? അത്ര എല്ലാം 100% പെർഫെക്റ്റ്. അപ്പം ഇവരൊക്കെ കൊച്ചു പിള്ളേരാകുമ്പം ഇനി ഒന്നില്ലേ ദുൽഖറായിരിക്കാം, പിന്നെ അല്ലാതെ. പക്ഷെ എൻ്റെ ഉള്ളിൽ ദുൽഖറും ഇപ്പോൾ ഫഹദിൻ്റെ പേര് കേട്ടു, ദുൽഖറിൻ്റെ കേട്ടു, വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഞാൻ വിചാരിക്കുന്നത് ഇനിയും മലയാളി അല്ലാത്ത മലയാളം സിനിമയിലെ അല്ലേ നടൻ, അല്ല തമിഴോ ഹിന്ദിയോ തെലുങ്കോ ഒക്കെ ആണോ ആയിരിക്കും നമ്മളുടെ ആയിരിക്കുമെന്നാണ് ഞാൻ ഗസ് ചെയ്തത്. അതെ, അതല്ലെങ്കിൽ ചിലപ്പോൾ മലയാളിയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു തരത്തിൽ ആകെ മൊത്തം അറിയാവുന്ന ഒരു വെള്ള ഷർട്ടും ഡ്രാഗന്റെ പടമാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ, അപ്പൊ മല്ലികാമ്മയുടെ കേസിൽ ദുൽഖർ സൽമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആരെങ്കിലും. ദുൽഖർ സൽമാൻ ആയിരിക്കാം ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല. ഇല്ല ആയിരിക്കാം, അത് നമ്മുടെ ഗസ്. അതെ, 2-3 പേരെ ഗസ്. ഇപ്പൊ നിങ്ങൾ ഫഹദിന്റെ ഒക്കെ പേര് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ വിചാരിക്കും ദുൽഖറിനും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അതെ, പക്ഷെ നമുക്ക് നോക്കാം, ആരോ വരട്ടെ മോളെ, ആര് വന്നാലും അതേ പടത്തിന് നല്ല എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടും ഗുണം ചെയ്യുന്ന രീതിയിൽ വരട്ടെ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച് മല്ലികാമ്മ, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിനും നല്ല ഒരു സംഭാഷണം പങ്കുവച്ചതിനും താങ്ക് യു. മൈൽ സ്റ്റോൺ എനിക്കൊരു വലിയ പ്രത്യേക അഭിനന്ദനം അറിയിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു പരിപാടിക്ക് വന്നിരുന്ന ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ, നല്ല പരിപാടിയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ലല്ലോ വന്നിട്ട്, പക്ഷെ അതിനുള്ളിൽ ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേരോടും ഒക്കെ, ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നല്ല പ്രോഗ്രാമായിരുന്നു, നന്നായിട്ടത് ഓർഗനൈസ് ചെയ്തു, നല്ല സ്ഥലത്ത് ഇത്രയും വലിയൊരു ഹോട്ടലിൻ്റെ അതിൻ്റെ അതൊക്കെ ഞാൻ പറയുകയും ചെയ്തു നല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും മഹേഷോൺകാരെ ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു വയസ്സായ അമ്മ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ. ഞാൻ പറയാനിരിക്കാം, മഹേഷോൺകാരെ കണ്ട ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വേണമെന്നുള്ളത്. പിന്നല്ല, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് മല്ലിക. താങ്ക് യു. ശരി, താങ്ക് യു. അമ്മ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകവേ പ്രതികരണവുമായി നടി മല്ലിക സുകുമാരൻ രംഗത്തെത്തി. അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ ഉന്നയിച്ച പരാതിയിൽ മല്ലിക സുകുമാരൻ സംശയം പ്രകടിപ്പിച്ചു. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്ന് പറയുന്നു. പിന്നീട് അതേ അൻസിബ പറയുന്നു എന്നോട് നേരിട്ട് നീന കുറുപ്പ് ചേച്ചി പറഞ്ഞതാണെന്ന്, അതാണ് കേട്ടതെന്ന്. അൻസിബ എന്ന കുട്ടിയെ മെയ് 5-ാം തീയതി വരെ വളരെ അടുത്തറിയാം, ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണോ വലിയ കാര്യം? മിടുക്കിയല്ലേ, സ്മാർട്ടായി നിൽക്കണം എന്നൊക്കെ മകളെപ്പോലെ ഞാൻ പറഞ്ഞതാണ്. മൈക്കിന് മുന്നിൽ നിന്ന് പിന്നീട് അൻസിബ സംസാരിക്കുന്നുണ്ട്. ഞാൻ കേട്ടറിഞ്ഞ അൻസിബ ആയിരുന്നില്ല അത്. സംസാര രീതി മാറി, ഒരു റിബൽ ടൈപ്പായി അൻസിബ. ടിനി അങ്ങനെ ചെയ്തല്ലോ, എന്തൊരു വൃത്തികേടാ എന്ന് എനിക്ക് തോന്നി. പിന്നീടാണ് നേരിട്ടല്ല കേട്ടത്, നീന കുറുപ്പ് പറഞ്ഞതാണെന്ന്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ അൻസിബ ഒരു വാചകം പറഞ്ഞു. കുടപ്പനക്കുന്ന് രാജീവ് മകനും ഈ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ അടക്കില്ലായിരുന്നോ എന്ന്. അവിടെയാണ് അൻസിബയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പോയത്. കുടപ്പനക്കുന്ന് രാജീവിൻ്റെ മെസ്സേജ് അൻസിബയ്ക്ക് എവിടെ നിന്ന് കിട്ടി? സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ട് അൻസിബ പറഞ്ഞത് മതപരമായി ബന്ധപ്പെട്ട ഒരുത്തൻ്റെയും ഡിസ്പ്ലേ അവിടെ വരാൻ പാടില്ല എന്നാണ്.
അത് പറയാൻ എന്ത് വികാരമാണ് അൻസിബയ്ക്ക് തോന്നിയത്? അൻസിബയ്ക്ക് ഹിന്ദുക്കളോട് വിരോധമില്ലല്ലോ. അതേ അമ്പലത്തിൽ അൻസിബ പോയിട്ടുണ്ട്. പരിപാടിക്കാണോ എന്നറിയില്ല. ടിനി ജിഹാദി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ആരും കേട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും അൻസിബയോട് നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ല എന്നാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അൻസിബയുടെ ദൃശ്യം സിനിമ ഹിന്ദുക്കൾ ആരും കണ്ടിട്ടില്ലേ? വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരികെ കൊടുക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ എന്നും മല്ലിക സുകുമാരൻ തുറന്നടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ ടിനി ടോമിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അൻസിബയ്ക്ക് അമ്മ സംഘടന കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തി അമ്മയെ തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് നോട്ടീസ്. ഇതിന് അൻസിബ മറുപടി നൽകി. കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തത വരുത്തണമെന്നും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്ത് ചെയ്തുവെന്നും അൻസിബ ഹസൻ ചോദിച്ചു. ടിനി ടോമിനെതിരായ ആരോപണത്തിൽ അമ്മ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് താൻ പരാതി നൽകാൻ നിർബന്ധിതയായതെന്നും അൻസിബ ഹസൻ വ്യക്തമാക്കുന്നുണ്ട്. അൻസിബയുടെ ആരോപണങ്ങൾ ടിനി ടോം നിഷേധിക്കുന്നു. താൻ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചിട്ടില്ലെന്നും അപവാദം പ്രചരിപ്പിച്ചിട്ടില്ല എന്നും ടിനി ടോം പറയുന്നുണ്ട്.